നമസ്കാരം. ട്രംപിനെ തടങ്കലിൽ വെക്കാൻ ഇറാന്റെ സൈന്യം പെന്റഗൺ. യുദ്ധത്തിന്റെ കെടുതിയിൽ മരിച്ചു ജീവിക്കുന്ന വെള്ളക്കാർ. ദോഹയിൽ അമേരിക്കയുമായി ചർച്ച നടത്തുമെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളുകയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയുമായി ഒരു തലത്തിലും ചർച്ചകൾ നടക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾക്ക് ധാരണയായെന്ന ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നതാണ് ഇറാന്റെ ഈ ഔദ്യോഗിക പ്രതികരണം എന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാനും ദോഹയിൽ സാങ്കേതിക തല ചർച്ചകൾ പുനരാരംഭിക്കുവാനും ധാരണയായി എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാൻ ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് നാളെ ദോഹയിൽ നടക്കും എന്നുകൂടി ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വയ്ക്കുന്നു. എന്നാൽ ഇത് തെറ്റാണ് എന്നുകൂടി ഇറാന്റെ നിലപാട് വന്നിരിക്കുന്നു. തങ്ങളുടെ ഒരു വിദഗ്ധ സംഘം ദോഹയിലേക്ക് പോകുന്നത് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ, അതായത് പ്രത്യേകിച്ച് ഈ മരവിപ്പിച്ച സ്വത്തുക്കൾ മോചിപ്പിക്കുവാനുള്ള ആർട്ടിക്കിൾ 11 നടപ്പാക്കൽ വിലയിരുത്താൻ മാത്രമാണ് എന്നാണ് ബഖായിയുടെ വിശദീകരണം. അമേരിക്കൻ പ്രതിനിധികൾ അവിടെ എത്തിയാലും അത് തങ്ങളുടെ സംഘവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അന്തിമ കരാറിലേക്കുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നും ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് നടപ്പായ ശേഷം മാത്രമേ സമഗ്ര ചർച്ചയ്ക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 10 പ്രകാരമുള്ള അനുമതികൾ അമേരിക്ക നൽകിയിട്ടുണ്ട് എന്നും അത് ഇറാൻ നിരീക്ഷിച്ചു വരികയാണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ജൂൺ 18 നിലവിൽ വന്ന 14 വ്യവസ്ഥകളുള്ള ധാരണാപത്രത്തിൽ വെടിനിർത്തൽ, ലെബനൻ സുരക്ഷ, നാവിക സുരക്ഷ, എണ്ണ കയറ്റുമതി തുടങ്ങിയ ഇവയൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ ആക്രമണങ്ങളും ധാരണാപത്രത്തിലെ വീഴ്ചകളുമാണ് കഴിഞ്ഞ ദിവസം സാങ്കേതിക ചർച്ചകൾ റദ്ദാക്കാൻ കാരണമായതെന്നുള്ള സൂചന വരുന്നുണ്ട്. അതേസമയം ചർച്ച നടന്നാൽ അത് പ്രധാനമാണെങ്കിലും വലിയ പ്രതീക്ഷയില്ലെന്നും ഇറാന്റെ ആണവ നിരായുധീകരണം ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സങ്കീർണമായിട്ടുള്ള ഈ നയതന്ത്ര തർക്കങ്ങൾക്ക് ഗൾഫ് മേഖലയിലെ നിലവിലെ അനിശ്ചിതത്വത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. അപ്പൊ എന്നാൽ സത്യത്തിൽ ഇത് ഇറാൻ യുദ്ധം എന്ന് പറയപ്പെടുന്നത്, ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയും, ഈ യുദ്ധത്തിൽ നടുപൊടിഞ്ഞു പോയിരിക്കുന്ന അമേരിക്കൻ ജനതയാണ്. ഓരോ കുടുംബത്തിനും അവർ വരുത്തി വെച്ചിരിക്കുന്ന, ഈ യുദ്ധത്തിലൂടെ വരുത്തി വെച്ചിരിക്കുന്ന ഏകദേശം $1000 അധിക ബാധ്യതയാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇറാൻ യുദ്ധം അമേരിക്കൻ ജനതയുടെ കുടുംബ ബഡ്ജറ്റുകളെ താളം തെറ്റിക്കുകയും തകിടം മറിക്കുകയും ചെയ്തിരിക്കുന്നു. യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള വിലക്കയറ്റം, പണപ്പെരുപ്പവും കാരണം ഓരോ അമേരിക്കൻ കുടുംബത്തിനും ശരാശരി ഏകദേശം $1000 അധിക ചെലവ് ഉണ്ടായിരിക്കുന്നു. അത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് നോക്കി ഏകദേശം മാസം 83,000 രൂപയുടെ അധിക ബാധ്യത, അധിക ചെലവ് ഉണ്ടാകുന്നു. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായിട്ടുള്ള മൂഡീസ് അനലിറ്റിക്സ് ആണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. മെയ് മാസത്തിലെ പണപ്പെരുപ്പ നിരക്ക് കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്ന സർക്കാർ കണക്കുകൾ, അതിന് പിന്നാലെയാണ് ഈ ഞെട്ടിക്കുന്ന വിശകലനം പുറത്തു വന്നിരിക്കുന്നത്. US-ഉം ഇറാനും തമ്മിൽ ഇതുവരെ ശാശ്വതമായിട്ടുള്ള സമാധാന കരാറിൽ എത്താത്തതും താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ ലംഘിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ വ്യോമാക്രമണങ്ങളുമൊക്കെ വലിയ പ്രതിസന്ധി രൂക്ഷമാകുന്നുണ്ട്. യുദ്ധം കാരണം അമേരിക്കക്കാർക്കുണ്ടായ ഏറ്റവും വലിയ ചെലവ് പെട്രോൾ വില വർധനമാണ്. മെയ് മാസത്തിൽ ഈ റെക്കോർഡ് നിരക്കിലെത്തിയ പെട്രോൾ വില, അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രം ഒരു സാധാരണക്കാരന് ഇന്ധനത്തിനായിട്ട് $300 അധികം ചിലവഴിക്കേണ്ടി വരുന്നു എന്നതാണ്. ഡീസൽ വില വർദ്ധിച്ചതോടെ ഫാമുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന്റെ ചെലവ് അത് കുത്തനെ കൂടിയിരിക്കും. ഇത് വിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്നു. ഇന്ധന വില എന്ന് പറയപ്പെടുന്നത്, അതിന്റെ വർധന എന്ന് പറയപ്പെടുന്നത് മാത്രം ഒരു സാധാരണ അമേരിക്കൻ കുടുംബത്തിലെ പലചരക്ക് സാധനങ്ങൾക്ക് മാത്രമായിട്ട് $200 അധികമായിട്ട് ചിലവിടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇനിയുമുണ്ട് സാധാരണക്കാർക്ക് ഈ പലിശ നിരക്കിലുണ്ടായ വർധനവ് വഴി ഏകദേശം $150 ബാധ്യതയുണ്ടായി. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവിന് പലിശ നിരക്കുകൾ ഉയർത്തേണ്ടി വന്നത് ഈ പറയുന്ന ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ്. വിമാന ഇന്ധനത്തിന്റെ വില വർദ്ധിപ്പിച്ചതോടുകൂടി നിരക്കുകൾ, ടിക്കറ്റ് നിരക്കുകളൊക്കെ കുറച്ചുകൂടി കൂട്ടിയിരിക്കുന്നു. മാത്രമല്ല യാത്രക്കാർക്ക് $100 അധിക ചെലവ് ഈ പറയുന്ന സംവിധാനത്തിന് കീഴിൽ അധിക ചെലവായിട്ട് ഇതിനെ വരുത്തി വെക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കായിട്ട് അമേരിക്കൻ സർക്കാർ പ്രതിദിനം ഏകദേശം $50 മില്യൺ അധികമായിട്ട് ചെലവഴിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഈടാക്കുന്നത്. യുദ്ധത്തിന്റെ ആകെ ചെലവ് ഇതിനോടകം തന്നെ $50 ബില്യൺ കടന്നതായിട്ട് US ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതായത് ഓരോ കുടുംബത്തിനും $1000 വീതം നഷ്ടമുണ്ടായി എന്ന കണക്ക് വളരെ കുറഞ്ഞ ഒന്നാണ്. യഥാർത്ഥ നഷ്ടം ഇതിലും എത്രയോ കൂടുതലായിരിക്കും. മാർക്സ് ആൻഡി മുന്നറിയിപ്പ് നൽകുന്ന ഒരു കണക്കിതാണ്. പക്ഷേ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക കണക്കനുസരിച്ച് ഇന്ധനത്തിന് മാത്രം ഉപഭോക്താക്കൾക്ക് ആകെ $64 ബില്യൺ അധിക ബാധ്യത ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന പ്രമുഖ സർവേ ഏജൻസി ആയിട്ടുള്ള ഗാലപ്പിന്റെ വോട്ടെടുപ്പിൽ പ്രകാരം അന്ന് 3/2 അമേരിക്കക്കാരും സമീപത്തുണ്ടായ ഈ വിലക്കയറ്റം കാരണം അടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായിട്ട് സാക്ഷ്യപ്പെടുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സമാധാന ചർച്ചകൾ ഖത്തറിൽ തുടരുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിലുണ്ടാകുന്ന പുരോഗതിയെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ വിപണിയിലെ തന്നെ മാറ്റങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ട്രംപിനെ തടങ്കലിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇറാന്റെ സൈന്യം പെന്റഗണിലേക്ക് എത്തുകയാണ്. യുദ്ധത്തിന്റെ കെടുതിയിൽ
മരിച്ചു ജീവിക്കുന്ന വെള്ളക്കാരെയാണ് നമുക്കിവിടെ കാണാനും കഴിയുന്നത്.